നമ്മളോടൊപ്പം ഇന്ന് ഈരാറ്റുപേട്ടയുടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ച ആളുകളാണ് നമ്മളോടൊപ്പം ഉള്ളത്. റാപ്പിഡ് റെസ്പോൺസ് ടീം അല്ലേ? ടീം എമർജൻസി റാപ്പിഡ് റെസ്പോൺസ് ടീമാണ്, റെസ്ക്യൂ റെസ്പോൺസ് ടീമാണ് എന്ന പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. 24 മണിക്കൂർ ഞങ്ങളുടെ ഓഫീസ് പ്രവർത്തന സജ്ജമാണ്. ഏത് നിമിഷം വിളിച്ചാലും ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാ മേഖലയിലും ഓടിയെത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന എല്ലാ മേഖലയിലും ഞങ്ങൾ എത്തിപ്പെടാൻ ശ്രമിക്കാറുണ്ട്, രക്ഷാപ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ഇന്ന് ഇവിടെ രാവിലെ അതിശക്തമായ മഴ ഉണ്ടാകുകയും ഉരുൾപൊട്ടലും അതുപോലെ ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി അനവധി നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ ഏകദേശം 50ഓളം പ്രവർത്തകർ ഈ രംഗത്ത് പ്രവർത്തിക്കുകയും വിവിധ സേനകളായി തരംതിരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അവസാനമായി ഞങ്ങളിവിടെ ഓഫീസിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞെത്തിയപ്പോഴാണ് ഇന്ന് ഇവിടെ വെള്ളം കയറി, ഈ പനക്കപ്പാല മേഖലയിൽ വെള്ളം കയറി ഈ റോഡെല്ലാം മൂടിക്കിടക്കുകയാണ്. അവിടെ ഏകദേശം ഒരു 15ഓളം ആളുകൾ കുടുങ്ങി കിടക്കുകയായിരുന്നു. അവരെ ഞങ്ങൾ ട്യൂബിൽ കസേര ഒക്കെ വെച്ച് ഞങ്ങളിവിടെ രക്ഷപ്പെടുത്തി. ഞങ്ങളുടെ സംഘടനയ്ക്ക് കാസർഗോഡ് ഇപ്പോൾ ഒരു ബ്രാഞ്ച് ഉണ്ടായിട്ടുണ്ട്. അവിടെ 22ഓളം പ്രവർത്തകരാണ് അവിടെ ഉള്ളത്. അവരും ഇതുപോലെ തന്നെ ഈ രംഗത്ത് അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ഇവിടെ കെട്ടിക്കിടന്ന ആൾക്കാരെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ട്യൂബേലാണ് എന്നെ കസേര വെച്ച് അങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്. ട്യൂബേൽ കസേര വെച്ചിട്ട് അങ്ങനെ രക്ഷപ്പെടുത്തിയത്. പിന്നെ അമ്പാറയുടെ അപ്പുറം പോയി നോക്കിയിട്ട് അവിടെ ഒരു 3-4 പേരുണ്ടായിരുന്നു. അവർ വരുന്നില്ല, അവർ വെള്ളം കുറഞ്ഞിട്ട് വന്നേക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്നില്ല. പാനക്കപ്പാല അപ്പുറം എല്ലാം നിൽപ്പുണ്ട് ആൾക്കാർ, പക്ഷേ എന്നാലും അവർ വരുന്നില്ലാത്തവർ മാത്രം കൊണ്ടുവന്നില്ല. അല്ലാത്തവരും ട്യൂബേൽ കസേര വെച്ചും കാര്യങ്ങളെല്ലാം എത്തിച്ചിട്ടുണ്ട്. കേരളത്തിൽ എവിടെ വന്നാലും ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖലയിലെല്ലാം എത്തിപ്പെടും. ഞങ്ങൾ വെള്ളത്തിൽ പോകുന്ന ഏത് വ്യക്തികളും വെള്ളത്തിൽ പോകുന്നത് വ്യക്തി എടുക്കും. 70ഓളം പേരെ എടുത്ത ഒരു ടീമാണ് ഞങ്ങൾ. അതുപോലെ എന്ത് മേഖല, ഏത് റെസ്ക്യൂ പ്രവർത്തനം എന്ത് മേഖലകളും വിളിച്ചാൽ ഞങ്ങൾ വിളിക്കാൻ 73 83 800 108 എന്ന നമ്പറുകൾ വിളിച്ചാൽ ഏത് 24 മണിക്കൂർ ഞങ്ങൾ സജ്ജരായ പിള്ളേരുമാണ്. ഉത്ഭവം ഈരാറ്റുപേട്ടയാണ്. അഷ്റഫ് കുട്ടി എന്നാണ് എൻ്റെ മെയിൻ പ്രസിഡന്റ് ക്യാപ്റ്റൻ്റെ പേര്. അഷ്റഫ് സാർ എന്നാണ്. പുള്ളി 12 വയസ്സ് 13 വയസ്സായപ്പം ഏലക്കയം ഡാമിൽ പോയൊരു സ്ത്രീനെയാണ് ആദ്യം രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനത്തെ സ്റ്റാർട്ടിങ്. ഏതാണ്ട് 70ഓളം വെള്ളത്തിൽ പോയ ബോഡി മുങ്ങിയെടുത്തിട്ടുള്ള ആളാണ്. അതുപോലെ ഒരു 100 ചില്ലാൻ ആൾക്കാരെ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നൊരു ക്യാപ്റ്റനാണ് ഞങ്ങൾക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരാണ് അഷ്റഫ് കുട്ടി. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ഈരാറ്റുപേട്ടയിൽ ഇന്ന് രാവിലെ തന്നെ വെള്ളം പൊങ്ങിയപ്പോഴത്തേക്ക് വീടുകളിലൊന്നും ആണുങ്ങളില്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. ആ സിറ്റുവേഷനിൽ എമർജൻസിയുടെ നമ്പറിലേക്ക് കോളുകൾ വരികയും ഞങ്ങൾ ആ വീട്ടിൽ പോയി എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും നടത്തുകയും രാവിലെ തന്നെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞാണ് ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നു. മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നു.